ഫ്രണ്ട്സ് മുക്താറാണ്. ഞാൻ വീണ്ടും നമ്മളെ ഓട്ടോമഞ്ചറിൽ എത്തിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി, നല്ല കിലോമീറ്റർ കുറഞ്ഞ വണ്ടി. 2016 ശേഷമുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു 1 ഇയർ വാറന്റി കൊടുക്കാം. 1 ഇയർ വാറന്റി കൊടുക്കാം. നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് നമ്മൾ കണ്ണൂർ റോഡ് നിന്ന് കൊണ്ട് വരികയാണെങ്കിൽ പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് കോഴിക്കോട് കണ്ണൂരിൽ 8 കിലോമീറ്റർ, കോഴിക്കോട് ജംഗ്ഷനിൽ ഒരു 8 കിലോമീറ്റർ നമ്മുടെ പാവങ്ങാട് ഓട്ടോമഞ്ചറിലുള്ളത്. കുറഞ്ഞ വണ്ടികളുള്ളൂ, ഏകദേശം ഒരു 10-15 രൂപ വണ്ടികളുള്ളൂ ഉള്ളത്. പക്ഷെ ഉള്ള വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ആയിരിക്കും, നല്ല കിലോമീറ്റർ കുറഞ്ഞ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 2016 ശേഷമുള്ള വണ്ടികളൊക്കെ കറക്റ്റ് ഒരു 1 ഇയർ വാറന്റി കൊടുക്കും അല്ലെ? 1 ഇയർ വാറന്റി കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ വണ്ടികളല്ല ഡിസ്പ്ലേ നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവരെ ഷോറൂം തന്നെ ഇവിടെ കൊടുവള്ളി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കാറ്റലോഗിൽ ഒരു ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഫുൾ കാറ്റലോഗ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബലോനൊക്കെ ഫുൾ പ്രൈസ് അല്ലേ? ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്ന, അതായത് പൈസ ഒന്നും വേണ്ട, 5-10 ഒന്നും വേണ്ട, ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റുന്ന ബലോന വരുന്നുണ്ട്, ടിയാഗോ വരുന്നുണ്ട്, അമേസ് വരുന്നുണ്ട്. അധിക വണ്ടികൾ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അപ്പൊ കസ്റ്റമർ പ്രൊഫൈലും കൂടെ നമ്മൾ നോക്കും. സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം കസ്റ്റമറുടെ പ്രൊഫൈൽ വെച്ചിട്ട് എത്ര ലോൺ വണ്ടിക്ക് കിട്ടുമോ അത്രയും നമ്മൾ മേടിച്ചു കൊടുക്കും അല്ലേ? ഓക്കെ. നിങ്ങൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ അനുസരിച്ചിട്ടാണ്. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, വണ്ടി എവിടെ എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യുക. അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അപ്പൊ എന്താ നമ്മൾ വീഡിയോയിൽ പോവാണ്, അടിയിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോളൂ. നമ്മൾ ഫസ്റ്റ് തന്നെ ബലോണ നട തുടങ്ങാം. ഒരു റെഡ് കിളി ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ ഡെൽറ്റ. 2019 ഡെൽറ്റ ആണ് വരുന്നത്. ഓൺഷിപ്പോ സെക്കൻഡ്. കിലോമീറ്റർ 54. റീപ്ലേസ്മെന്റ് നിങ്ങൾ പിടിച്ചിരിക്കുന്ന ബോണറ്റ് മാത്രം അല്ലെ? അപ്ലോഡ് ഒന്നുമില്ല. ലാസ്റ്റ് അല്ലെ എത്ര രൂപ ഉണ്ട് വണ്ടി ഇവിടെ നിൽക്കാം? 5.25 രൂപ കൊടുക്കാം. 5.25. എത്ര ലോൺ തരും? ലോൺ നമുക്ക് 5.25 തന്നെ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കല്ലേ? 2019 ഡെൽറ്റ ബലോന 5.25 ഫുൾ ലോൺ തന്നെ. അതേപോലെ തന്നെ ടിയാഗോ ഇതേ മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ ഓട്ടോമാറ്റിക്. 2019 ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 45,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് എത്ര കൊടുക്കും? 5,10,000 രൂപ. 5.10. മാക്സിമം ലോൺ ലാസ്റ്റ് മുട്ടിച്ച റേറ്റ് ആണോ അല്ലെ നെഗോഷ്യബിൾ ആണോ? പ്രൈസ് ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മളോട് നെറ്റ് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നെറ്റ് പറഞ്ഞാൽ ലാസ്റ്റ് കസ്റ്റമർ എന്നൊരു ബാർഗൈനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്തായാലും എത്ര ലോൺ കയറും? നമുക്കൊരു 4.5 ലോൺ ചെയ്യാം. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി ഉണ്ടോ? സുഖമായിട്ട് വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് അമേസ് അല്ലേ വരുന്നത്? ഇത് 2018 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. 2018 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് ആണത്? ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 35,000 കിലോമീറ്റർ. 35. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി വരുള്ളൂ. ഡയറക്റ്റ് കമ്പനി സർവീസ് ആണ്. വി ആണ് വരുന്നത്. ബട്ടൺ സ്റ്റാർട്ട്, പാഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര? നമ്മൾ 7.10 കൊടുക്കാം. 7,10,000. എത്ര ലോൺ കയറും? നമുക്കൊരു 6 ലക്ഷം രൂപ വരെ 6.5 വരെ കയറും. 6 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ഫിഗോ അല്ലേ? ഫിഗോ ഡീസൽ ആണോ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണല്ലോ കൂടുതലുള്ളത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ. ഓൺഷിപ്പ് സിംഗിൾ. പെട്രോൾ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 51,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് വേണം എത്ര? നമ്മള് റേറ്റ് വരുന്നത് 3.85. 3,85,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഒരു ഓട്ടോമാറ്റിക് വണ്ടി 2016 അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് 3.85. സിംഗിൾ ഓണർ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതേപോലെ തന്നെ സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഏതാ മോഡല്? ഇത് 2020 LXi. 2020 LXi ആണ് വരുന്നത്. ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 52,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് വേണം എത്ര? നമുക്ക് ഒരു 5.45 കൊടുക്കാം. 2020 സ്വിഫ്റ്റ് 5,45,000 രൂപ അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഇയോണോ? അത് നമ്മൾ 2014 മോഡൽ 15 മോഡൽ. 2015. ഏതാ ഓപ്ഷൻ വരുന്നത്? മാഗ്ന പ്ലസ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? സിംഗിൾ ഓണർ 56,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് അലോയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 55,000 കിലോമീറ്റർ. ലാസ്റ്റ് വേണം എത്ര? 2.35 കൊടുക്കാം. 2.30 കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഐറ്റം ഇത് 2013 മോഡൽ ഗ്രാൻഡ് ഐറ്റം മാഗ്ന ആണ്. 2012 അല്ലേ? 2013 ഗ്രാൻഡ് ഐറ്റം. ഓക്കെ. പെട്രോൾ. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 58,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ് സർവീസ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര? നമ്മൾ 2.95 കൊടുക്കാം. 2.95. എത്ര ലോൺ കയറും? 2.90 തന്നെ കയറാൻ മതിയോ? ഓക്കെ. ഒരു 5,000 രൂപ ഉണ്ട്. അതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫുൾ ലോൺ തന്നെ വണ്ടി കയറും അല്ലേ? ഈ ഒരു ബലോനോ? ഇത് അടുത്ത 19 മോഡൽ ഡെൽറ്റ. 2019 മോഡൽ ഡെൽറ്റ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 51,000 കിലോമീറ്റർ. 51,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ. ഒന്നുമില്ല. ലാസ്റ്റ് കമ്പനി സർവീസ്. ഇത് നമുക്ക് 6.10 കൊടുക്കാം. 6,10,000. എത്ര ലോൺ കയറും? ലോൺ ഒരു 5.5 വരെ കയറും. ഒന്നാമത് ഹൈ ക്വാളിറ്റി വണ്ടികൾ, കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ അല്ലേ? അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു എക്സെന്റ് ഏതാ മോഡൽ വരുന്നത്? 2014.
ഡീസലോ പെട്രോളോ? ഇത് പെട്രോള് ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണല്ലോ ഉള്ളത്. ഡീസൽ വണ്ടി ആരുടെ ഉള്ളത് 2014 അല്ലേ? 2014 ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 70. റീപേഴ്സ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്കൊരു 3,60 കൊടുക്കാം. 3,60,000 കൊടുക്കാം. ഈ ഡ്രൈവറോ? ഇത് നിലവിൽ ഇപ്പൊ ബുക്കിംഗ് ആണ്. 2021 മോഡൽ. 2021 മോഡല്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. 20,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. ഇത് എത്ര സീറ്റ് വരുന്നത്? ഇത് 7 സീറ്റ്. അത് മടക്കിച്ചല്ലേ? ഞാനതാ പിന്നെ കൺഫ്യൂഷൻ ആയി പോയത്. 2020 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 20. റീപേഴ്സ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇതിപ്പോ 4,45 എങ്ങനെയാണ്, 4,80 എങ്ങനെ ബുക്കിംഗ് എടുത്ത്. ലോണൊക്കെ അപ്രൂവ് ആയി കിടക്കാം അല്ലേ? ഈ ഒരു ആണോ? അത് ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. പുതിയ വന്ന വണ്ടിയാണ്. വണ്ടി ഇപ്പൊ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇയോണ ഡീറ്റെയിൽസ് അയച്ചാൽ. അതേപോലെ തന്നെ അവിടേക്ക് കുറച്ച് വണ്ടികളുണ്ട്. വാ, ഈ അൾട്ടോ ഏതാ മോഡൽ വരുന്നത്? അൾട്ടോ 2015 മോഡൽ. 2015 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 34,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. റീപേഴ്സ് എന്താണോ? ഒന്നുമില്ല. ഒരു അൾട്ടോ എടുക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയല്ലേ? 34,000 ഓടിയിട്ടുള്ളൂ. 2015 മോഡൽ. 2015 മോഡൽ വെറും 35,000 കിലോമീറ്റർ ഓടിച്ച നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. ഈ ഡോർ അടിപ്പം തന്നെ. പ്രൈസ് വരുന്നത്? ഇതമ്മ 2,45. 2,45,000 രൂപയ്ക്ക്. എന്നാലും പ്രൈസ് കൂടുതലാണ്, കാരണം ഓട്ടം വളരെ കുറവാണ്. അതാണ് ക്വാളിറ്റി ക്യാൻസൽ റേറ്റ് മാത്രമേ നമ്മൾ ചോദിക്കുന്നത്. 2 രൂപയൊക്കെ മോഡൽ വണ്ടികൾ കിട്ടാനുണ്ട്. വ്യത്യാസം വണ്ടിക്ക്. ഓക്കെ, ഈ ഐറ്റം ഏതാ മോഡൽ വരുന്നത്? ഇതാണ് പ്രശ്നം. ഇതിപ്പോ വണ്ടി ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എല്ലാ വണ്ടികളും ഇപ്പൊ കുറെ വണ്ടികൾ ഇപ്പൊ പുതിയ വന്നു. അപ്പൊ വണ്ടിന്റെ ക്വാളിറ്റി എന്തെങ്കിൽ ഒന്നും പറയരുത്. ആദ്യം സർവീസ് വീഡിയോ എടുക്കാൻ വേണ്ടി കുറെ എല്ലാ വണ്ടികളും പുതിയ വണ്ടികളാണ്. പ്രൈസ് വന്നില്ല. 2013 14 അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും വണ്ടിയാണ്. ഡീസലാണ് ഐറ്റണി അല്ലേ? ഈ നിസാൻ മൈക്രേ? ഇത് 2013 മോഡല്. 14 രജിസ്ട്രേഷൻ. 14 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 41,000 കിലോമീറ്റർ. റീപേഴ്സ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്കൊരു 2,80 റേഞ്ചിൽ കൊടുക്കാം. 2,80 റേഞ്ചിൽ കൊടുക്കാം. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐറ്റം ഇത് 2021 മോഡൽ. 2021 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? സ്പോർട്സ്. കിലോമീറ്റർ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16,000 കിലോമീറ്റർ. റീപേഴ്സ് എന്താണോ? ഒന്നുമില്ല. വാറണ്ടി പെൻഡിംഗ് ഉണ്ട്. എത്ര? 2 വർഷം. അല്ലെങ്കിൽ 1 ഇയർ വാറണ്ടി, അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ കമ്പനി വാറണ്ടി പെൻഡിംഗ്. കമ്പനി വാറണ്ടി പെൻഡിംഗ് ഉണ്ട്. പിന്നെ വണ്ടികളൊക്കെ 1 ഇയർ വാറണ്ടി ഉണ്ട്. എല്ലാ വണ്ടികളും ഇപ്പോൾ ഓൾമോസ്റ്റ് പറഞ്ഞ നമ്മൾ 16 കൊണ്ട് ശേഷം എല്ലാ വണ്ടികൾക്കും നമ്മൾ 1 ഇയർ വാറണ്ടി അടക്കമുള്ള റേറ്റ് ആട്ടോ പറഞ്ഞത്. അത് നമ്മൾ 5,45. 5,45 അല്ലേ? ഓക്കെ, നമ്മൾ അത് ഉള്ളിൽ ഏതോ 2 വണ്ടി കൂടി കാണിക്കാൻ. ബാക്കിയുള്ളൊക്കെ ബുക്ക് ചെയ്യാമെന്നും കേട്ട്. ഓക്കെ, ഏതാ വണ്ടി കാണിക്കാനുള്ളത്? ഈ പഞ്ച് ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 മോഡൽ അഡ്വഞ്ചർ ഓട്ടോമാറ്റിക്. അഡ്വഞ്ചർ ഓട്ടോമാറ്റിക് 2022 പെട്രോള്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ ഞെട്ടരുത്. 1,600. എന്താ ഓടിയുള്ളൂ? തീരെ ഓടിയിട്ടില്ല. കണ്ടീഷൻ വണ്ടി. അതായത് വണ്ടി പ്രവാസി ഗൾഫാറിനോട്ട് എടുത്തിട്ടാണോ? 2022 പുതിയൊരു വണ്ടിയാണ്. പക്ഷെ വെറും 1,600 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. അത് ഓട്ടോമാറ്റിക് ആണ്. റീപേഴ്സ് എന്താണോ? ഒന്നുമില്ല. വാറന്റി ഉണ്ടോ കമ്പനി? വാറന്റി നിലവിൽ കമ്പനി ഇല്ല. നമുക്ക് 1 ഇയർ വാറന്റി കൊടുക്കുക. റീപേഴ്സ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് എത്ര? നമ്മൾ 7,20,000 രൂപ. ഇത് ഷോറൂം പ്രൈസ് എത്ര? ഷോറൂം പ്രൈസ് എന്തായാലും 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപ മുകളിൽ എന്തായാലും കയറും. 1,600 കിലോമീറ്റർ മാത്രം ഓടിച്ചാൽ ടാറ്റ പഞ്ച് മാർക്കറ്റ് വില, അതായത് 9 ലക്ഷം രൂപ മുകളിൽ കയറും. അത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 7,20,000 ഇവിടെ എടുത്തുണ്ടാവാം. ഈ 2 ഐറ്റം വരുന്നുണ്ട്. ഈ ഒരു ഐറ്റം ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 സ്പോർട്സ് ഓപ്ഷൻ. 2017 സ്പോർട്സ്. ഈ ഒരു ഐറ്റം കാണുമ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞേ, ആ ഒരു മൈലേജിന്റെ കൂടി ഒന്ന് ഉഷാറാണെങ്കിൽ ടിയാഗോ ഒക്കെ വെട്ടിച്ച് മുന്നിൽ കിടക്കുന്ന ഒരു സാധനം. എന്തായാലും ഒരു മാറ്റം വരും കേട്ടോ. മിക്കവാറും ഒരു ഹൈബ്രിഡോ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടി ഐറ്റമിൽ വരാണെങ്കിൽ ഉഷാറാണ്. പക്ഷെ ഡീസൽ അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഡീസൽ 2020 വണ്ടി ഉണ്ടായിരുന്നു. ഇതേതാ മോഡല്? 2017. ഓണർഷിപ്പ് സിംഗിള്. 72,000 കിലോമീറ്റർ. കറക്റ്റ് പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇപ്പൊ സർവീസ് കഴിഞ്ഞ് ഷോറൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കിലോമീറ്റർ മാത്രം വണ്ടി. ഒന്നുമില്ല. ലാസ്റ്റ് എത്ര? നമ്മള് 4,10 കൊടുക്കാം. 4,10 കൊടുക്കാം. ഈ ഒരു സോറി 4,10 കൊടുക്കാം. ഈ ഒരു ഐറ്റണോ? ഇത് 2019 മോഡൽ മാഗ്ന. 2019 മാഗ്ന. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 30,000 കിലോമീറ്റർ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 4,55 4,55,000 മാക്സിമം ഓൺ ചെയ്തോ. അപ്പൊ എന്തായാലും അർജുൻ ബ്രോ, നമ്മൾ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം
1 ഇയർ വാറന്റി എന്തായാലും കൊടുക്കും. ഇപ്പൊ പ്രൈസുകൾ എന്തായാലും നോക്കണ്ട, മാക്സിമം ഡിസ്കൗണ്ടും ചെയ്ത് കൊടുക്കും അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓൾറെഡി നമ്മൾ നെറ്റ് ആക്കിയുള്ള പ്രൈസ് ആണ് പറഞ്ഞത്. പക്ഷെ എന്നാലും പറഞ്ഞല്ലോ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ബാർഗൈനിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മളെ കണ്ണൂർ റോഡ് പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് കോഴിക്കോട് കണ്ണൂർ റോഡിൽ പാവങ്ങാട് എന്ന സ്ഥലത്ത് ഓട്ടോ വെഞ്ചറിലാണുള്ളത്. അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. വേഗം വിളിച്ചോളൂ. കുറഞ്ഞ വണ്ടികളാണ് ഉള്ള, ഹൈ ക്വാളിറ്റി വണ്ടി, കുറഞ്ഞ കിലോമീറ്റർ ഓടിച്ച വണ്ടികളാണ്. വേഗം വിളിച്ചോളൂ.